ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ആചാര്യനായ ശ്രീ ബലദേവ് വിദ്യാഭൂഷണിൻ്റെ തിരോഭാവ ദിവസമാണ്. 18-ാം നൂറ്റാണ്ടിൽ ഒറീസയിലെ രമുന എന്ന സ്ഥലത്തിനടുത്താണ് അദ്ദേഹം അവതരിച്ചത്. ചെറുപ്പത്തിൽ തന്നെ കാവ്യത്തിലും വ്യാകരണത്തിനുമെല്ലാം പണ്ഡിതനായിരുന്ന അദ്ദേഹം യൗവനാവസ്ഥയിൽ വീടുപേക്ഷിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയി. ദക്ഷിണ ഭാരതത്തിൽ വെച്ച് മധ്വ സമ്പ്രദായത്തിൽ നിന്ന് ദീക്ഷയെടുക്കുകയും അതിലെ സിദ്ധാന്തം ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുകയും ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് ഉത്കല ദേശം, അതായത് ഒറീസ, അവിടെ വെച്ച് ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ശ്രീ രാധാ ദാമോദർ ഗോസ്വാമിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൽ നിന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ കേട്ടപ്പോൾ അതിൽ പ്രചോദിതനായി ശ്രീ രാധാ ദാമോദർ ഗോസ്വാമിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ജീവഗോസ്വാമിയുടെ സത്സന്ദർഭ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ശേഷം കൂടുതൽ പഠിക്കാനായി വൃന്ദാവനത്തിൽ ചെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന് കീഴിൽ അചിന്ത്യഭേദ അഭേദ തത്വം തുടങ്ങിയ ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്തങ്ങൾ ഹൃദിസ്ഥമാക്കി. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ ഭാഷ്യമായ ഗോവിന്ദ ഭാഷ്യം രചിച്ചത് ശ്രീ ബലദേവ് വിദ്യാഭൂഷണാണ്. അത് രചിക്കാനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ്. ജയ്പൂരിലെ ശ്രീ രാധാ ഗോവിന്ദ വിഗ്രഹം ഗൗഡീയ വൈഷ്ണവരാണ് ആരാധിച്ചിരുന്നത്. അവിടുത്തെ രാജാവും ഗൗഡീയ വൈഷ്ണവനായിരുന്നു. ഒരിക്കൽ ശ്രീ സമ്പ്രദായത്തിലെ കുറച്ച് ആളുകൾ ഈ ആരാധന തടഞ്ഞു. ഗൗഡീയ വൈഷ്ണവർക്ക് വേദാന്ത സൂത്രത്തിൻ്റെ വ്യാഖ്യാനമായി ഒരു ഭാഷ്യമില്ല എന്നതായിരുന്നു അവർ പറഞ്ഞ കാരണം. അതുകൊണ്ട് ആ ആരാധന ശ്രീ സമ്പ്രദായത്തിലെ വ്യക്തികൾക്ക് നൽകണമെന്ന് അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു. ഇതിന് തക്കതായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ രാജാവ് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിനോട് സന്ദേശം അറിയിച്ചു. പ്രായാധിക്യത്താൽ ജയ്പൂർ വരെ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ തൻ്റെ ശിഷ്യനായ ശ്രീ ബലദേവിനെ പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ എത്തി സംസാരിച്ചു. വേദാന്ത സൂത്രത്തിൻ്റെ വ്യാഖ്യാനമായി വ്യാസമഹർഷി എഴുതിയ ശ്രീമദ് ഭാഗവതം യഥാർത്ഥ ഭാഷ്യമായി ചൈതന്യ മഹാപ്രഭു അംഗീകരിക്കുന്നു. കാരണം അത് വ്യാസമഹർഷി തന്നെ എഴുതിയതാണ്. സത്സന്ദർഭ എന്ന ഗ്രന്ഥത്തിലും ഇതിൻ്റെ തെളിവുകൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല. എത്രയും പെട്ടെന്നൊരു ഭാഷ്യം എഴുതാൻ അവർ പറഞ്ഞു. ശ്രീ ബലദേവ് അത് സമ്മതിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒരു ഭാഷ്യം എഴുതി തയ്യാറാക്കും എന്നോർത്ത് അദ്ദേഹം വിഷമിച്ചു. ശ്രീ രാധാ ഗോവിന്ദൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞു. അന്ന് രാത്രി ശ്രീ ബലദേവ് വിദ്യാഭൂഷണിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, എഴുതേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അത് വായിക്കുന്ന ആർക്കും സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അടുത്ത ദിവസം മുതൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. 3 ദിവസം കൊണ്ട് അത് എഴുതി പൂർത്തിയായി. ഗോവിന്ദൻ തൻ്റെ ഹൃദയത്തിലിരുന്ന് പറഞ്ഞു തന്നതിനാൽ ഗോവിന്ദ ഭാഷ്യം എന്ന അദ്ദേഹം അതിന് പേര് നൽകി. ഗോവിന്ദ ഭാഷ്യം വായിച്ചതും ശ്രീ സമ്പ്രദായത്തിലെ വ്യക്തികളെല്ലാം ആശ്ചര്യപ്പെട്ടുപോയി. അവർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിന് വിദ്യാഭൂഷൺ എന്ന പേര് നൽകി. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീ ബലദേവ് വിദ്യാഭൂഷൺ എന്നറിയപ്പെട്ടത്. ഇന്നത്തെ ഈ ദിവസം ആ ആചാര്യനെ നമുക്ക് സ്മരിക്കാം. ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കാനായി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാര്യയായ ശ്രീമതി ഗംഗാ മാതാ ഗോസ്വാമിനിയുടെ ആവിർഭാവ ദിവസമാണ്. ശ്രീമതി ഗംഗാ മാതാ ഗോസ്വാമിനി ഇന്നത്തെ ബംഗ്ലാദേശിലെ രാജ്ഷാഹി ജില്ലയിലെ പുൻത്യ എന്ന സ്ഥലത്ത് നരേശ നാരായണ രാജാവിൻ്റെ പുത്രിയായിട്ടാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ ശചി എന്നായിരുന്നു പേര്. ചെറുപ്പം മുതലേ സംസ്കാര സമ്പന്നയായിരുന്ന ശചി യൗവനാവസ്ഥയിലെത്തിയപ്പോൾ വ്യാകരണം, കാവ്യം തുടങ്ങിയ ശാസ്ത്രങ്ങളിലെല്ലാം നിപുണത തെളിയിച്ചു. ലൗകിക ജീവിതത്തിൽ തീരെ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ ചുമതലകൾ ബന്ധുക്കളെ ഏൽപ്പിച്ച് ദേവി തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. ഒരു ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിച്ച് പുരിയിലെത്തി. അവിടെ നിന്ന് വൃന്ദാവനത്തിലും എത്തി. അവിടെ വെച്ച് അനന്ത ആചാര്യൻ്റെ ശിഷ്യനായ ഹരിദാസ പണ്ഡിതനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ശരണം യാചിക്കുകയും ചെയ്തു. പക്ഷേ ദേവിയെ പരീക്ഷിക്കാനായി അദ്ദേഹം പറഞ്ഞു, ഒരു രാജകുമാരിക്ക് എല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ വന്നിരുന്ന് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്ന് ഭഗവാനെ ഭജിക്കൂ. പക്ഷേ അതൊന്നും കേൾക്കാതെ ശചിദേവി വൃന്ദാവനത്തിലുള്ള തൻ്റെ ഭജന തുടർന്നു. വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് ഒരു ലളിതമായ ജീവിതം നയിച്ച് സാധുവിനെ പോലെ ഭഗവാന്റെ സേവനം ചെയ്ത് വൃന്ദാവനത്തിൽ ജീവിച്ചു. അത് കണ്ട് ഒരു ദിവസം ഹരിദാസ പണ്ഡിത് പറഞ്ഞു, നീ നിന്റെ അഭിമാനവും അന്തസ്സും ഭയവും ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാപാത്രവുമായി വൃന്ദാവനത്തിൽ ഇറങ്ങുകയാണെങ്കിൽ
നിന്റെ മീതെ കാരുണ്യത്തിൻ്റെ വർഷമുണ്ടാകും. ഇത് കേട്ട് സന്തുഷ്ടയായ ദേവി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. തൻ്റെ നിർദ്ദേശങ്ങൾ ശചി വളരെ ഭംഗിയായി പാലിക്കുന്നത് കണ്ട് ഹരിദാസ പണ്ഡിറ്റ് സന്തുഷ്ടനാവുകയും ദേവിക്ക് ദീക്ഷ കൊടുക്കുകയും ചെയ്തു. ഗോസ്വാമിമാരുടെ ശാസ്ത്രങ്ങളെല്ലാം ദേവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ശചി അതെല്ലാം പഠിച്ചെടുത്തു. ഒരിക്കൽ ജഗന്നാഥ്പുരിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ശുഭദിനത്തിൽ ശചിക്ക് ഗംഗാസ്നാനം ചെയ്യാനുള്ള ആഗ്രഹം തോന്നി. പക്ഷേ ഗുരുവിൻ്റെ നിർദ്ദേശം പുരിയിൽ താമസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഗംഗയിൽ പോയി സ്നാനം ചെയ്യാൻ കഴിയില്ല. അന്ന് രാത്രി ശചിയുടെ സ്വപ്നത്തിൽ സാക്ഷാൽ ഭഗവാൻ ജഗന്നാഥൻ വന്നിട്ട് അവിടെയുള്ള ശ്വേതഗംഗയിൽ സ്നാനം ചെയ്യാനായി നിർദ്ദേശിച്ചു. ആ പാതിരാത്രിയിൽ ദേവി ശ്വേതഗംഗയിൽ സ്നാനം ചെയ്യാനായി പോയി. പക്ഷെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി ക്ഷേത്രത്തിനടുത്ത് വരെ എത്തി. ദേവിയെ കണ്ടപ്പോൾ കാവൽക്കാർ ഭഗവാന്റെ ആഭരണം മോഷ്ടിക്കാൻ വന്ന വ്യക്തിയാണെന്ന് കരുതി കാരാഗൃഹത്തിൽ അടച്ചു. ഉടൻ തന്നെ പുരിയിലെ രാജാവായ മുകുന്ദദേവന്റെ സ്വപ്നത്തിൽ ജഗന്നാഥൻ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശചിക്ക് സ്നാനം ചെയ്യാനായി. വേഗം ചെന്ന് ശചിയെ മോചിപ്പിക്കൂ. എന്നിട്ട് എല്ലാ പുരോഹിതന്മാരും ഒത്ത് ദേവിയെ നമസ്കരിച്ച് ക്ഷമ ചോദിച്ച് ദേവിയിൽ നിന്നും ദീക്ഷ സ്വീകരിക്കൂ. ഇത് കേട്ട ഉടനെ രാജാവ് അങ്ങോട്ടേക്ക് ചെന്ന് ദേവിയെ മോചിപ്പിച്ചു. സാഷ്ടാംഗം നമസ്കരിച്ചു. ദീക്ഷ തരാനായി യാചിച്ചു. അന്നു മുതൽ ശചിയുടെ പേര് ഗംഗാമാതാ ഗോസ്വാമിനി എന്നായി. ഗോസ്വാമിനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തി എന്നാണ്. ഇന്നത്തെ ഈ ശുഭദിവസത്തിൽ നമുക്ക് ശ്രീമതി ഗംഗാമാതാ ഗോസ്വാമിനിയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാനായി സാധിക്കണേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കാം.